നോക്കാം. അറേയുടെ ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ ട്രാവേഴ്സ്, ഇൻസേർഷൻ, ഡിലീഷൻ, സെർച്ച്, അപ്ഡേറ്റ്, ഡിസ്പ്ലേ. ക്ലിയർ അല്ലേ? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാവേഴ്സ് എങ്ങനെ നടക്കുമെന്നാ നോക്കുന്നത്. ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻഡെക്സ് മുതൽ അടുത്ത ഇൻഡെക്സ് വരെ കുറച്ച് അറേക്കകത്ത് വാല്യൂസ് കാണും. അപ്പൊ ആദ്യം മുതൽ എൻഡ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? 0th പൊസിഷൻ മുതൽ എൻഡ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ട്രാവേഴ്സ് മീൻസ് മൂവ് ചെയ്യാൻ പറ്റണം. അറേ ട്രാവേഴ്സൽ. അതിന്റെ അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് യൂസ്ഡ് ഫോർ സോൾവിങ് എ പ്രോബ്ലം ആണ് എന്തോന്ന് പറയുന്നത്? അൽഗോരിതം. അപ്പൊ ട്രാവേഴ്സലിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അൽഗോരിതം ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? സ്റ്റാർട്ട്. അപ്പൊ ഒരു അൽഗോരിതം എഴുതുമ്പോൾ മിക്കവാറും ആദ്യത്തെയും ലാസ്റ്റത്തെയും, ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ടും ലാസ്റ്റ് സ്റ്റെപ്പ് എന്തോ ആയിരിക്കും? എൻഡും ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഒരു അറേ എന്ത് ചെയ്യണം? ഇനിഷ്യലൈസ് ചെയ്യണം. ക്ലിയർ ആയോ? അറേ എന്ത് ചെയ്യണം? എത്ര മീൻസ് അതിനകത്ത് എത്ര എലമെന്റ് ഉണ്ടെന്നൊക്കെ ഇനിഷ്യലൈസ് ചെയ്യണം, സൈസും ഡാറ്റ ടൈപ്പും ഒക്കെ വെച്ച്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഇനിഷ്യലൈസ്. certain size and data type ആണ് എന്തോന്ന് പറയുക? അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്പ് ഇനിഷ്യലൈസ് അനദർ വേരിയബിൾ I with 0. നമ്മൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, അതിനെ ഈക്വൽ ടു 0 ആക്കി കൊടുക്കുക. അതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനിഷ്യലൈസ് അനദർ വേരിയബിൾ വിത്ത് I with 0. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ഇനിഷ്യലൈസ് ആൻ അറേ ഓഫ് സർട്ടൈൻ സൈസ് ആൻഡ് ഡാറ്റ ടൈപ്പ്. തേർഡ് സ്റ്റെപ്പ് വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, ഈക്വൽ ടു 0 ആക്കി കൊടുക്കുക. ഫോർത്ത് സ്റ്റെപ്പ് പ്രിന്റ് ith value. നമ്മൾ വേരിയബിളിന്റെ പേരാണ് I. സോ ith value in the array and increment I. ഇപ്പൊ ഐയുടെ വാല്യൂ 0 ആണ്. I incremented by 1. ഏത് വരെ പോണം? ആ ലൂപ്പ് കംപ്ലീറ്റ് ആകുന്നത് വരെ പോണം. അപ്പൊ ഫിഫ്ത് സ്റ്റെപ്പിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഫിഫ്ത് സ്റ്റെപ്പ് റിപ്പീറ്റ് സ്റ്റെപ്പ് 4. അതായത് I incremented by 1, വീണ്ടും incremented by 1. ഏത് വരെ പോണം? ആ അറേയുടെ വാല്യൂ ഇൻഡെക്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ അറേ റീച്ച് ആകുന്നത് വരെ നമ്മൾ ഇത് ചെയ്യണം. സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എൻഡ്. അപ്പം ഒന്നുകൂടെ പറയാം. ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു അറേ ഇനിഷ്യലൈസ് ചെയ്യുക വിത്ത് ഡാറ്റ ടൈപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, ഈക്വൽ ടു 0. നെക്സ്റ്റ് ആദ്യം ith വാല്യൂ പ്രിന്റ് ചെയ്യുക, പിന്നെ I ഇൻക്രിമെന്റ് ചെയ്യുക. ഏത് വരെ പോണം? ആ അറേ കംപ്ലീറ്റ് ആകുന്നത് വരെ പോണം. ഇതാണ് ട്രാവേഴ്സലിന്റെ അൽഗോരിതം എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. ഒരു C പ്രോഗ്രാം ആണ്. ജസ്റ്റ് ട്രാവേഴ്സ് ചെയ്യുന്നത് കാണിക്കാം. ഒരു അറേ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ. ഇതൊരു എക്സാമ്പിൾ ആണ്. ഫസ്റ്റ് C പ്രോഗ്രാമിംഗ് ആയതുകൊണ്ട് അതിന്റെ ഹെഡർ ഫയൽ എന്ത് കൊടുത്തു? #include stdio.h. നെക്സ്റ്റ് മെയിൻ കൊടുത്തു. അതിനകത്ത് ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. 1 3 5 7 8 ഇത്രയും വാല്യൂസ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു. ഒരു ഇതിനകത്ത് ഐറ്റം ഈക്വൽ ടു 10 എന്ന് കൊടുത്തു, k ഈക്വൽ ടു 3 എന്ന് കൊടുത്തു, n ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. എന്നിന്റെ വാല്യൂ എത്രയാ കൊടുത്തത്? 5 0 1 2 3 4.
ക്ലിയർ അല്ലേ? അടുത്ത് I is equal to 0. സ്റ്റാർട്ടിംഗ് വാല്യൂ ഇൻഡെക്സ് വാല്യൂ എത്രയാ? 0. ജെയുടെ വാല്യൂ n. എലമെന്റ്സ് നമുക്ക് പ്രിന്റ് ആവണം. അതിനെന്ത് ചെയ്തു നമ്മള്? 0 മുതൽ n വരെ. n എന്ന് പറഞ്ഞാൽ എന്താ? ലാസ്റ്റ് ഇൻഡെക്സ്. 0 1 2 3 4 n-1 വരെ പോണം. ക്ലിയർ അല്ലേ? അല്ല, എന്നിന്റെ വാല്യൂ 5. അപ്പൊ ഏത് വരെ എന്നിന്റെ വാല്യൂ 5 ആണ്. അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. I less than n, I plus plus. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഇത് ലൂപ്പിനകത്തോട്ട് കറങ്ങി ഏതൊക്കെ വരും? a of 0-ക്കകത്തുള്ള വാല്യൂ ആദ്യം വരും. ഏതാ? 1. 1-നകത്തുള്ള വാല്യൂ 3. 2-നകത്തുള്ള വാല്യൂ 5. 3-ക്കകത്തുള്ള വാല്യൂ 7. 4th പൊസിഷനകത്തുള്ള വാല്യൂ 8. ഇങ്ങനെ പ്രിന്റ് ചെയ്ത് നമുക്ക് കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ എത്ര ഐറ്റം വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം? 10 ഐറ്റം വരെ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. പക്ഷെ നമ്മൾ എത്രയേ കൊടുത്തിട്ടുള്ളൂ? 1 to 8. മീൻസ് 0 1 2 3 4 5 വാല്യൂസേ കൊടുത്തിട്ടുള്ളൂ. ക്ലിയർ ആയോ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അറേ ഇൻസർഷൻ ഓപ്പറേഷൻ ആണ്. അറേ ഇൻസർഷൻ ഓപ്പറേഷൻ. ഇൻസർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അറേക്കകത്ത് ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് അതെന്ന് പറയുന്നത് ഇൻസർഷൻ. അതായത് ആഡിങ് 1 or more elements to the array, which is called insertion operation in array എന്നാണ് പറയുന്നത്. അതിന്റെ അൽഗോരിതം നോക്കാം. അൽഗോരിതം അറിയാലോ എങ്ങനെ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ യൂസ്ഡ് ഫോർ സോൾവിങ് എ പ്രോബ്ലം. ഇവിടുത്തെ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? വാല്യൂ ഇൻസേർട്ട് ചെയ്യുകയാണ് നമ്മുടെ പ്രോബ്ലം. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, അറേ ഇൻസേർഷൻ ആണ്. അൽഗോരിതം ആദ്യം ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. രണ്ടാമത് ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ? വിത്ത് ഡേറ്റ ടൈപ്പ്. മൂന്നാമത് I എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഈക്വൽ ടു 0 കൊടുക്കുക. ഇനി എന്താണ്? ith പൊസിഷനകത്തോട്ട് ഒരു വാല്യൂ എൻ്റർ ചെയ്യുക. ഈ സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ എൻഡ് കൊടുക്കുക. ഓക്കെ, അതാണ് അൽഗോരിതം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻസേർഷൻ ഓപ്പറേഷൻ ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ ആണ് നോക്കാം. സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇതിനകത്ത് എലമെന്റ്സ് നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ.
അടുത്ത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി എലമെന്റ്സ് ഇൻസേർട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഹെഡർ ഫയൽ കൊടുത്തു, ഹാഷ് ഇൻക്ലൂഡ് stdio ഡോട്ട് h, മെയിൻ ഫംഗ്ഷൻ കൊടുത്തു, ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. അറേയുടെ പേരെന്താ? എ. എന്താ ഡേറ്റ ടൈപ്പ്? ഇന്റ്. അപ്പൊ ഇന്റ് എ എന്ന് പറയുന്ന അറേയുടെ ഡേറ്റ ടൈപ്പ് ഇന്റ് ആണ്. അതിനകത്ത് വാല്യൂസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കീബോർഡ് വഴി ഔട്ട്പുട്ട് കൊടുക്കുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇൻസേർട്ട് ചെയ്യാം. പ്രിന്റ് അറേ ബിഫോർ ഇൻസേർഷൻ. അപ്പൊ എന്ത് കൊടുത്തു? ഒരു ലൂപ്പ് കൊടുത്തു. i is equal to 0, i less than 3. 3 എന്ന് പറയുമ്പോൾ എവിടെ വരെ പോകണം? എത്ര വാല്യൂസ് കൊടുക്കാൻ പറ്റും? 0, 1, 2. അപ്പൊ 3 വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? ഇൻസേർട്ട് ചെയ്യാം. പ്രിന്റ് ഇൻസേർട്ടിംഗ് എലമെന്റ് ഏതൊക്കെയാണെന്നുള്ളത് ന്യൂ ലൈനില് പ്രിന്റ് ആവും. ക്ലിയർ? എന്നിട്ട് അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി അറേ എലമെന്റ്സ് ആഫ്റ്റർ ഇൻസേർഷൻ നമ്മൾ i is equal to 0, i less than 3, i plus plus. a of i equal to എന്ത് ചെയ്തു? i plus 2. i plus 2 എന്ന് വെച്ചാൽ i യുടെ ഇൻഡെക്സ് വാല്യൂ പ്ലസ് 2. പ്രിന്റ് ഓഫ് a of percentage d എന്ന് പറയുമ്പോൾ ഓരോ പുതിയ ലൈൻ മീൻസ് സ്ലാഷ് എന്തിനാ കൊടുത്തിരിക്കുന്നത്? ന്യൂ ലൈനിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ 1 by 1 എലമെന്റ്സ് നമുക്ക് എന്ത് ചെയ്ത് കിട്ടും? പ്രിന്റ് ചെയ്ത് കിട്ടും.